ഇതൊരിക്കലും വിദ്യാർത്ഥികൾക്കെതിരല്ല കേട്ടോ. നിങ്ങളുടെ സ്ട്രെസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും കാണാതെ നിഹാൽസാരത്ത് ഉള്ളത് എന്ന് വിളിച്ചു പറയാൻ ഒരിക്കലും വിചാരിക്കരുത്. കാരണം പലരും പറഞ്ഞ ഒരു കാര്യം SLC ടൈം ടേബിൾ മാറ്റണം. ടൈം ടേബിൾ നമുക്ക് സ്ട്രെസ്ഫുൾ ആണെന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പിന്നെ സമ്പത്തായിക്കോട്ടെ അല്ലെങ്കിൽ അറിവായിക്കോട്ടെ അല്ലെങ്കിൽ വിജയമായിക്കോട്ടെ ചുമ്മാ നമ്മൾ വീട്ടിൽ കടന്നു പറയാനത് ഒരിക്കലും നമ്മൾ കിട്ടില്ല. നമ്മൾ എണീറ്റ് ഇതിന് വർക്ക് ചെയ്താൽ മാത്രമേ 3 സാധനം നമ്മൾക്ക് വരുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് നമ്മൾ മുടന്തൻ നയങ്ങൾ നമ്മളോട് തന്നെ പറയാണ്. എന്താണ് അവിടെ 2 പരീക്ഷ എന്ന് വരുന്നത്, ഇവിടെ 3 പരീക്ഷ ഞങ്ങൾക്ക് അത് എഴുതാൻ കഴിയില്ല എന്ന് നിങ്ങളെ കാപ്പബിലിറ്റിയെ നിങ്ങളെ കപ്പാസിറ്റിയെ നിങ്ങൾ സ്വയം താഴോട്ട് കൊണ്ടുവരികയാണ് ഇത്തരം മുടന്തൻ ന്യായങ്ങളോട്. ഈ ടൈം ടേബിൾ അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല എന്റെ പേഴ്സണൽ വ്യൂ പ്രകാരം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇന്ന് മുതൽ അതായത് ഞാൻ എന്റെ വീഡിയോ ഇന്ന് നിങ്ങൾ കാണുന്ന ദിവസം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങി പാസ്സാവാൻ നിങ്ങൾ ക്രിസ്മസ് എക്സാം അത്രയും സമയം നിങ്ങൾ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് നമ്മൾ പോലും ഇല്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിച്ച് കൂട്ടി നമ്മൾ സമാധാനിക്കുക. അതുകൊണ്ടാണ് എന്റെ മാർക്ക് കുറയാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ടാണ് എന്റെ എക്സാം ടഫ് ആകാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ പലപ്പോഴും നമുക്ക് വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അത് തരണം ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കുക. നമ്മുടെ പവറിനെ നമ്മുടെ കപ്പാസിറ്റിയെ നമ്മളത് പവർ ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുപോകുക. നമ്മളെ ഫ്രണ്ട്സും ഷെയർ ചെയ്തവരോടൊന്നും പറയാം, സമയമുണ്ട്, നീ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ, കുറ്റങ്ങളും തെറ്റുകളും പറഞ്ഞിരിക്കേണ്ട. ഓൾ ദി ബെസ്റ്റ്.